ഹായ് നമസ്കാരം. ഏവർക്കും PSC ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 2024 കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 2023 PSC നടത്തിയ വിവിധ പരീക്ഷകളിൽ ഭരണഘടനയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 2022 നടന്ന പരീക്ഷകളിൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് 2021 കൂടിയേ ചെയ്യാനുള്ളൂ കേട്ടോ. 2022 2021 അധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല. ഏറ്റവും കൂടുതലുള്ളത് 23 24 ആണ് കേട്ടോ. അപ്പൊ ഇനി അധികം ഒന്നും പറയാനില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ആണ് അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നതെന്നുള്ളത് അല്ലേ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റുകൾക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തീർച്ചയായിട്ടും റെഫർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ഭരണഘടനയുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണേ. ഭരണഘടന ആർട്ടിക്കിൾ 25(1) ബന്ധപ്പെട്ടത് ഏതെന്നാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. മതസ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നതാണ് 25(1). ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങൾ എത്ര മൗലിക കർത്തവ്യങ്ങളാണ്? 11 എണ്ണാണ് ഇപ്പോൾ ഉള്ളത്. 42ാം ഭേദഗതിയിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആ സമയത്ത് 10 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് 11 മാറുന്നത്, ഒരെണ്ണം കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. സോ ആ ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഉണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 16ാമത്തെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ ഭരണഘടനാ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പറയുന്ന പേര് എന്താണ്? ആമുഖത്തിന് പറയുന്ന പേര്? പ്രിയാമ്പിൾ എന്നാണ് ആമുഖം, അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറയാം. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശം എടുത്തു കളഞ്ഞത്? 2024 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 2023 ചോദിച്ചിട്ടുണ്ട്, 2022 ഉണ്ട്. അതും ഒരു തവണയാണോ? പല തവണകളായിട്ട് ഒരു വർഷം തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നവരാണ്, ഇപ്പൊ തന്നെ ഇതിന്റെ ആൻസർ നിങ്ങൾ പഠിച്ചു അല്ലെ. 44ാം ഭരണഘടനാ ഭേദഗതിയോട് കൂടിയാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഗവൺമെന്റിന്റെ തലവൻ ആരാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രധാനമന്ത്രിയാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഗവൺമെന്റിന്റെ തലവൻ ആരാണെന്നാണ്. പ്രധാനമന്ത്രിയാണ്. ഇനി നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകളെ പറ്റി പറയുന്നു. ഇപ്പോൾ നമുക്ക് എത്ര മൗലിക കടമകളുണ്ട്? കണ്ടോ. അപ്പൊ 2022 തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടു എത്ര എണ്ണം ഉണ്ടെന്ന്. അപ്പൊ അത് തന്നെ വേറൊരു പരീക്ഷയ്ക്കും ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്, 11 ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാമേ. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തെരഞ്ഞെടുക്കുക. അപ്പൊ നോക്കിക്കേ, ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശരിയല്ലേ ആ പ്രസ്താവന? ശരിയാണ്. അടുത്തത്, റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടത്. USSRന്റെ ഭരണഘടനയിൽ നിന്നുമാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ കടം കൊണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലെ. എവിടെ നിന്നാണ്? USA-യിൽ നിന്നാണ്. അപ്പൊ മൂന്നാമത്തത് തെറ്റാണ്. രണ്ടാമത്തത് തെറ്റാണ്. അപ്പൊ 2 ശരിയാന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് വിടാമല്ലോ. അപ്പൊ A ഓപ്ഷൻ പോകും അല്ലെ. പിന്നെ അടുത്ത് നോക്കിക്കേ, ന്യായവാദാർഹമായത്, അതും ശരിയാണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി, അതും ശരിയാണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 3 4. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 3 4 ആണ്. അതായത് തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം എന്നുള്ളത് മൗലിക കടമകളിൽ പറയുന്നതല്ല അല്ലെ. പിന്നെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നുള്ളത് മൗലിക കടമകളിൽ വരുന്നതല്ല. അപ്പൊ മൗലിക കടമകളിൽ വരുന്നത് പഠിച്ചു വെച്ചോളുക. എന്താണ്? ഇന്ത്യയുടെ പരമാധികാര ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതേപോലെ പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. ഇതെല്ലാം മൗലിക കടമകളിൽ വരുന്നതാണ്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്,
ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചോണം, ആരാണ്? ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. 24ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രം. അതായത് 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് ശരിയാണോ? അല്ല, തെറ്റാണ്. നമ്മൾ പഠിച്ചാണ് അല്ലെ, 86ാം ഭേദഗതിയോട് കൂടിയാണ്. ഇനി ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഇപ്പൊ പഠിച്ചു വെച്ചു. ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പ് 21A ഉൾപ്പെടുത്തി 6 മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം. അത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പതാകവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 2, 4. ഒന്നാമത്തെ നോക്കിക്കോ, തിരശ്ചീനമായി മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ളനിറം, താഴെ പച്ചനിറം. ഇത് കഴിഞ്ഞ 2023 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ കളേഴ്സ് കേട്ടോ. പിന്നെ രണ്ടാമത്തത് 2002 ഇന്ത്യൻ പതാക നിയമത്തിന് 3 ഭാഗങ്ങളുണ്ട്. പിന്നെയോ 4ാമത്തെ പ്രസ്താവന, ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഇത്രയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 3, 4 ശരിയല്ല. ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പിന്നെ 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്, അതും തെറ്റാണ്. നമ്മൾ പറഞ്ഞാണ് 1950 ജനുവരി 24. പിന്നെയോ മദൻ മോഹൻ മാളവിയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്, അത് തെറ്റാണ് കേട്ടോ. ഇവിടെ ശരി ആയിട്ടുള്ള പ്രസ്താവന ഒരെണ്ണം മാത്രമാണ്. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. സോ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? സരളാദേവി ചൗധറാണിയാണ്. ഇനി ഇവിടെ ശരിയായ ജോഡി ഏത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതില് ഭരണഘടനയിൽ നിന്നും വരുന്നുണ്ട്, അതേപോലെ നമ്മുടെ വിവരാവകാശം ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സുപ്രധാന നിയമങ്ങളിലുള്ളതും വരുന്നുണ്ട്. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ള ജോഡി ഏതെന്നാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് എല്ലാം ശരിയാണ്. നോക്കിക്കേ, MKSS നമ്മൾ പഠിച്ചിട്ടുണ്ട്, മസ്തൂർ കിസാൻ ശക്തി സംഘടന. എവിടെയാ പഠിച്ചിട്ടുള്ളത്? SCRT-യിലാണ് അല്ലെ. ഇതെന്താണ്? വിവരാവകാശത്തിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ് അല്ലെ. പിന്നെ സ്വത്തവകാശം ഇപ്പൊ എന്താണ്? നിയമപരമായിട്ടുള്ള അവകാശം മാത്രമാണ്. പിന്നെ ബഹുമതികൾ റദ്ദാക്കൽ, അതെവിടെയാ പറയുന്നത്? മൗലിക അവകാശത്തിലാണ്. അതേപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് മൗലിക കടമകളെ പറ്റിയാണ്. സോ ഇവിടെ തന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത്, അതായത് ദേശീയ മുദ്രയെ അംഗീകരിച്ച ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1950 ജനുവരി 26 ആണ്. 1950 ജനുവരി 26 ആണ്. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 21A ആണ്. ഇനി ഇവിടെയുള്ള ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സോഷ്യലിസം എന്നുള്ളതാണ്. 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത് സോഷ്യലിസം ആണ്. റിപ്പബ്ലിക്, പരമാധികാരം, ജനാധിപത്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നേരത്തെ തന്നെ ആ ഒരു ആമുഖത്തിൽ ഉണ്ടായിരുന്നു. ഈ ഒരു 42ാം ഭേദഗതിയോട് കൂട്ടിച്ചേർത്തത് സോഷ്യലിസം, അതേപോലെ മതേതരത്വം, പിന്നെ എന്താണ്? രാജ്യത്തിന്റെ ഐക്യത്തിന് പകരം അഖണ്ഡത എന്നുള്ളതാക്കി. അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതാണ് അല്ലെ. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ബംഗാളി ഭാഷയിലാണ്. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗവൺമെന്റ് രൂപയുടെ ചിഹ്നമാണ് കേട്ടോ എന്ന ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചതെന്ന്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 2010 ജൂലൈ 15-നാണ്. 2010 ജൂലൈ 15-നാണ് ഈ ഒരു ചിഹ്നം നമ്മുടെ ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചത്.
അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ എന്താണ് USSRന്റെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സംവിധാനം നിലനിൽക്കുന്നത്? എവിടെയാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ, മഹാരാഷ്ട്രയിലാണ്. ഇതൊക്കെ നമ്മൾ SCRT കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കേണ്ടത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ കണ്ടിട്ടുണ്ട് 2023 അല്ലെ. ആനയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് ദേശീയ ഗീതം അതായത് വന്ദേ മാതരം രചിച്ചത്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2005. നമ്മൾ ആ SCRT പാഠഭാഗത്തിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ പറയുന്ന SCRT പാഠഭാഗത്തിൽ ഇതും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3-ലാണ് അല്ലെ. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര അരക്കാലുകൾ ഉണ്ട്? 2023 റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 24 ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പിംഗലി വെങ്കയ്യ ആണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഇതും എന്താണ്? റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? ഇനിയിപ്പോ കാണാതെ നിങ്ങൾക്ക് പറയാം അല്ലെ, സ്വത്തവകാശമാണ്. ഓപ്ഷനിലേക്ക് പോകണ്ട, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സ്വത്തവകാശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ, 1955 ആണ്. ഇതും എന്താണ്? റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 2023 നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ, ഹേബിയസ് കോർപ്പസ്. അതിന്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കൂ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഇപ്പൊ എത്രയാണ്? 6 ആണ് അല്ലെ. 7 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് സ്വത്തവകാശം എടുത്തു മാറ്റി. അടുത്തത്, മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, 42ാം ഭേദഗതി പ്രകാരമാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന്? 2023, 24 ഒരുപാട് തവണ PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1947 ജൂലൈ 22-നാണ്. ഇനി അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? നമുക്കറിയാം, കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ്, ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഏതാണ്? ഗംഗയാണ്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഓൾറെഡി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു അല്ലെ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ഇതിപ്പം 2024, 23 ഒക്കെ ചോദിച്ചല്ലേ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 52 സെക്കൻഡ് ആണ്. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? എന്നാണ്? 1946 ഡിസംബർ 9-നാണ്. അപ്പോ 1949 ഡിസംബർ 9 മാറിപ്പോവരുത്. എന്താണ്? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണല്ലേ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതും അതിന്റെ സമ്മേളനം ഒക്കെ നടക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്.
22ാമത്തെ ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1, 2, 3 ആണ് ശരി. ഒന്നെന്താണ്? ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിയാണ് അല്ലെ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. അതും ശരിയാണ്. ഇനി എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നെന്ന് പറഞ്ഞത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ഈ 3 എണ്ണമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇതുവരെ നമ്മൾ ആരാണ് ദേശീയ പതാക തയ്യാറാക്കിയത് എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആന്ധ്രാപ്രദേശിലാണ് പിംഗലി വെങ്കയ്യ ജനിച്ചത്. 25ാമത്തെ ക്വസ്റ്റ്യൻ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 42ാം ഭേദഗതി പ്രകാരമാണ്. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 27ലേക്ക് വരാം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അയിത്ത നിർമ്മാർജ്ജനമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 17 ആണെന്ന് കൂടി ഓർത്തേക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2022 നടന്ന വിവിധ പരീക്ഷകളിൽ ഈ ഒരു ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് 2021 നടന്ന പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.